മഴ മൂലമുണ്ടായ പ്രശ്നങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജിദ്ദയിലുണ്ടായ കനത്ത മഴ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ നഗരത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഇടിമിന്നലും കാറ്റും കാരണം ജനങ്ങൾ പരിഭ്രാന്തിയിലായി. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളം കെട്ടിനിൽക്കുകയാണ്. പല റോഡുകളും ഗതാഗത യോഗ്യമല്ലാതായി. 4 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി കെട്ടിടങ്ങളും വീടുകളും മഴയിൽ തകർന്നു. സിവിൽ ഡിഫൻസ് വിഭാഗം ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പ്രധാന റോഡുകളിലെ തടസ്സങ്ങൾ നീക്കുന്ന തിരക്കിലാണ് അധികൃതർ. മാസാവസാനമുള്ള വ്യാഴം വെള്ളി ദിവസങ്ങളിലെ കച്ചവടം നഷ്ടപ്പെട്ട പ്രയാസത്തിലാണ് വ്യാപാരികൾ. മഴ കാരണം വെള്ളാകം നിറഞ്ഞ റോട്ടില് അത് കാരണം തീരെ കസ്റ്റമർ ഇറങ്ങുന്നില്ല. ഇന്നലെ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇന്നലെ വൈകിട്ട് പോലും ഒരു കസ്റ്റമർ തീരെ കയറാത്തൊരവസ്ഥയായിരുന്നു. ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ചെയ്യാൻ കിരീടാവകാശി സുൽത്താൻ രാജകുമാരൻ ഉത്തരവിട്ടു. മഴ മൂലമുണ്ടായ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് മക്ക ഗവർണർ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരൻ അറിയിച്ചു. ജിദ്ദ മേയർ ഹാനി അബൂറാസ് കെടുതിയുണ്ടായ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. മക്ക, തായിഫ്, മദീന, യാംബു, അൽജൂഫ് തുടങ്ങിയ സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചു. തബൂക്ക്, ഹായിൽ, ഖസീം തുടങ്ങിയ സ്ഥലങ്ങളിലും മഴയ്ക്കു സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.